ഫിലിംസ് യൂസ്ഡ് ഇൻ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. എന്താണ് ആക്ച്വലി റേഡിയോഗ്രാഫിക് ഫിലിം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റേഡിയോഗ്രാഫിക് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എലമെന്റുകളുടെ കോമ്പിനേഷൻ ആണ്. ഒരു ബേസ് മെറ്റീരിയൽ ഉണ്ടാവും അല്ലെ, ഒരു പോളിസ്റ്റർ ബേസ് മെറ്റീരിയൽ ഉണ്ടാവും. അതിന്റെ മുകളിൽ ഒരു എമൾഷൻ കോട്ടിംഗ് ഉണ്ടാവും. എമൾഷൻ കോട്ടിംഗ് ആരുടെ കോട്ടിംഗ് ആണ്? സിൽവർ ഹാലൈഡ്സ്, അതായത് സിൽവർ ബ്രോമൈഡ് അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡിന്റെ എമൾഷൻ കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് നമ്മുടെ ബേസ് മെറ്റീരിയലിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു അഡേസീവ് എലമെന്റും കൂടി അതിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ബേസ് മെറ്റീരിയലിന്റെ 2 ഫേസിലും എമൾഷൻ കോട്ടിങ്ങും കൊടുത്ത് അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് ലെയറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ഹോൾ ഡിവൈസിനെ അല്ലെങ്കിൽ ആ ഒരു ഹോൾ പ്ലേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോഗ്രാഫിക് ഫിലിം എന്ന് പറയുന്നത് അല്ലെ, ഫിലിംസ് ഇൻ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. സോ ഈ ഫിലിംസിനകത്ത് എന്താണ് കളർ ചേഞ്ച് നടക്കാനുള്ള കാരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിലിമിന്റെ മുകളിൽ എക്സ്റേസ് ഓർ ഗാമ റേസ് റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റേഡിയേഷൻ എക്സ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ എക്സ്പോഷർ നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ റേഡിയേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള സിൽവർ ഹാലൈഡ് മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ആ കെമിക്കൽ റിയാക്ഷന്റെ റിസൾട്ട് ആണ് നമുക്ക് കളർ ചേഞ്ച് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഫിലിംസിനെ പറ്റി പറഞ്ഞപ്പോൾ ഫിലിംസിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? ഫിലിം ഡെൻസിറ്റി, ഫിലിം ഗ്രെയിൻനെസ്. ഓക്കെ, എന്താണ് ഫിലിം ഡെൻസിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിലിം ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു സംതിങ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിലിമിലേക്ക് ഒരു ഇൻപുട്ട് ഇന്റൻസിറ്റിയിൽ ഒരു നോൺ ഇന്റൻസിറ്റിയിൽ ഞാനൊരു എക്സ്റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് റിസൾട്ട് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കളർ ചേഞ്ച് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് ആക്ച്വലി ഫോട്ടോഗ്രാഫിക് ഫിലിം ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ലോഗ് എന്തായിരുന്നു? ലോഗ് 2 ഇന്റൻസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലെ, I0/IT. I0 മീൻസ് ഇൻപുട്ട് ഇന്റൻസിറ്റി, IT മീൻസ് ട്രാൻസ്മിറ്റഡ് ഇന്റൻസിറ്റി അല്ലെ. അപ്പൊ ആ ഒരു വാല്യൂ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 1.5 to 3.33 റേഞ്ചിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിലിമിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഫിലിം ഗ്രെയിനിനെസ് അല്ലെങ്കിൽ ഫിലിമിനകത്തുള്ള നമ്മുടെ സിൽവർ ഹാലൈഡ് മോളിക്യൂൾസിന്റെ സൈസ് അല്ലെ, ഗ്രെയിൻ സൈസ്. അപ്പൊ ഗ്രെയിൻ സൈസ് കൂടുമ്പോഴാണോ ക്വാളിറ്റി കൂടുക? ഗ്രെയിൻ സൈസ് കുറയുമ്പോഴാണോ ക്വാളിറ്റി കൂടുക? ഗ്രെയിൻ സൈസ് കുറയുമ്പോൾ. ബട്ട് ഗ്രെയിൻ സൈസ് കുറയുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു ഇമേജ് ഫോർമേഷൻ, ഇമേജ് ഫോർമേഷൻ എടുക്കുന്ന ടൈം വളരെ ഹൈ ആയിരിക്കും. അതായത് ഹൈ ടൈം വേണം അല്ലെങ്കിൽ ഹൈ എക്സ്പോഷർ ടൈം വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ഗ്രെയിൻ സൈസ് കുറഞ്ഞ ഫിലിമിനകത്ത് ഇമേജ് ഉണ്ടാവുള്ളൂ. ബട്ട് ഉണ്ടാവുന്ന ഇമേജ് ഹൈ ക്വാളിറ്റി, നല്ല സെൻസിറ്റീവ് ഇമേജ് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ദെൻ അടുത്ത ടോപ്പിക്, സ്ക്രീൻസ് യൂസ്ഡ് ഇൻ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. നമ്മൾ ഫിലിംസ് പറഞ്ഞു, ബട്ട് ഇനി പറയുന്ന പുതിയ ഒരാൾ. നമ്മൾ ഇത്രയും നാൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാളുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്ക്രീൻസ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഈ സ്ക്രീൻ എവിടെയാ വരിക എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. സാധാരണ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു റേഡിയേഷൻ സോഴ്സ് വേണം, ഒരു വർക്ക് പീസ് വേണം അല്ലെ. ഈ റേഡിയേഷൻ സോഴ്സിൽ നിന്നും റേഡിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മെറ്റീരിയലിലേക്ക്. ദെൻ ഇതിന്റെ അടിയിൽ ഒരു റേഡിയോഗ്രാഫിക് ഫിലിം വേണം. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റുകളാണിത്. 1 സോഴ്സ്, 2 വർക്ക് പീസ്, 3 റേഡിയോഗ്രാഫിക് ഫിലിം. ഈ ഫിലിമിനെ പറ്റിയാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. സോഴ്സിനെ പറ്റി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എക്സ്റേ ട്യൂബ്, അതേപോലെ ഗാമാ റേസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ. അപ്പൊ ഈ ഫിലിമിന്റെ ഭാഗത്താണ് സ്ക്രീൻ എന്ന് പറയുന്നത് സാധനം ഉപയോഗിക്കുക. നിങ്ങള് മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്റേ എടുത്ത എത്ര പേരുണ്ട്? ഏതെങ്കിലും ശരീരഭാഗങ്ങളുടെ എക്സ്റേ എടുത്തവര്? എടുത്തിട്ടുണ്ടോ? എക്സ്റേ ഇതുവരെ എടുത്തിട്ടില്ല? എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സ്റേ റൂമിൽ പോയി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ഏത് പാർട്ടാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളോട് ഒന്നിക്ക് കിടക്കാൻ പറയും, അല്ലെങ്കിൽ ഇരിക്കാൻ പറയും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറയും, എന്തോ ആട്ടെ. ബട്ട് നമ്മള് ഒരു റേഡിയേഷൻ സോഴ്സ് ഉള്ള ഒരു വലിയ ഓഡിയോ ഒട്ടാവുന്നുണ്ട്. ഒരു മിനിറ്റ്, എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടോ? ഇല്ല സർ.
എനിക്ക് തോന്നുന്നു ജിയോ കണക്ഷൻ ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ജിയോ കണക്ഷന്റെ പ്രശ്നമായിരിക്കും. കിട്ടുന്നില്ലേ? ഇല്ല ജീവൻ ഐഡിയക്ക് പ്രശ്നമുണ്ടോ? ഐഡിയക്ക് ഇന്നൊരു പ്രശ്നമൊന്നും ഇതുവരെ പറയുന്നത് കേട്ടില്ലല്ലോ. റേഞ്ച് കുറവുണ്ട് നല്ലോണം. ഞാൻ പറയുന്നത് തീരെ ക്ലിയർ ആവുന്നില്ല. ഹലോ, ഓക്കെ. നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എങ്ങാനും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാ കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോണ്ട് ഗൂഗിൾ മീറ്റ് വിൻഡോ എനിക്കിപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റില്ല. എന്തെങ്കിലും തീരെ മനസ്സിലാവാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടേക്ക് ആരെയും. ഞാൻ വാട്സാപ്പ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഫോണിൽ. അപ്പൊ ഓക്കെ, ഇപ്പൊ സ്ക്രീനെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ടേബിളിൽ നമ്മളിപ്പം ചെസ്റ്റിന്റെ ഒക്കെ എടുക്കുന്നെങ്കിൽ നമ്മളെ കിടത്തിയിട്ടാണ് എടുക്കുക. അപ്പം നമ്മൾ കിടക്കും. അപ്പൊ നമ്മുടെ നേരെ മേലയിൽ, അതായത് ടേബിളിന്റെ മേലയിലായിട്ട് ടോപ്പിലായിട്ട് ഒരു വലിയ എക്യുപ്മെന്റ് കാണും. ദാറ്റ് ഈസ് എക്സ്റേ സോഴ്സ്. അതിനകത്തു നിന്നാണ് എക്സ്റേ നമ്മുടെ ശരീരത്തിലേക്ക് വരിക. അപ്പൊ നമ്മൾ കിടന്ന ടേബിളിന്റെ അടിയിലാണ് നമ്മുടെ റേഡിയോഗ്രാഫിക് ഫിലിം ഒക്കെ പ്ലേസ് ചെയ്യാം. എന്നാൽ മാത്രമല്ലേ, ഇവിടെ ഇപ്പൊ ഒരു ബോഡി കാണാൻ അല്ലെ, ഒരു ഹ്യൂമൻ ബോഡി ഉണ്ട്. ഇവരുടെ ഇത് പറഞ്ഞ പോലെ അബ്ഡോമൻ പാർട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ഇതേപോലെ ഒരു യൂണിറ്റ് നമ്മളെ ഒരു ടേബിളിന്റെ മുകളിലാണ് കിടത്തിയിട്ടുണ്ടാവുക. ഇവിടെ ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബ്ലാക്ക് കളർ കാണാം. ഇത് ഇങ്ങനെ നീളത്തിലുള്ള ഒരു ടേബിൾ എലിമെന്റ് ആണ്. ഓക്കെ, ഇതിന്റെ മുകളിലാണ് കിടത്തിയിട്ടുള്ളത്. നേരെ ടേബിളിന് നേരെ മേലെ പാർട്ടിൽ എന്തുണ്ട്, നമ്മുടെ എക്സ്റേ സോഴ്സ് ഉണ്ട് അല്ലെ. ഇതിനകത്ത് എക്സ്റേസ് വരുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ടേബിളിന്റെ അടിയിലായിട്ടാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുക, നമ്മുടെ ഫിലിമിനെ പ്ലേസ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് തരുന്ന ഫിലിം ഇല്ലേ, നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് തരുന്ന ഫിലിം ഷീറ്റ് ഇല്ലേ, ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ്, ആ ഷീറ്റ് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ടേബിളിന്റെ അടിയിൽ വെക്കുകയാണോ ചെയ്യുക? കണ്ടിട്ടുണ്ടോ? എക്സ്റേക്ക് മുമ്പായിട്ട് ഈ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ, എക്സ്റേ റേഡിയോഗ്രാഫി ചെയ്യുന്നവര് ഈ ടേബിളിന്റെ അടിയിലേക്ക് ഒരു സാധനം കൊണ്ട് ഇൻസേർട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് തരുന്ന അതേ ഷീറ്റ് തന്നെയാണോ, അല്ലെങ്കിൽ ഷീറ്റ് ഒറ്റക്കാണോ കൊണ്ടുപോയി വെക്കുന്നത്? ഹലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഈ ഷീറ്റ് തന്നെയാണോ കൊണ്ടുപോയി വെക്കുക? നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഷീറ്റ് തന്നെയാണോ കൊണ്ടുപോയി വെക്കുക? നിങ്ങൾ ഇനി ആരെങ്കിലും എക്സ്റേ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ടേബിളിന്റെ അടിയിൽ അവർ കൊണ്ടുവെക്കുന്നത് നമുക്ക് റിസൾട്ട് ആയിട്ട് തരുന്ന ഷീറ്റ് ഒറ്റയ്ക്കല്ല. ഈ ഷീറ്റിനെ ഒരു ബോക്സിനകത്താക്കിയിട്ട് ആ ബോക്സ് ആണ് കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്യുക. ടേബിളിന്റെ അടിയിൽ ഒരു പ്ലേറ്റ്, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലൊക്കെയുള്ള ഒരു പെട്ടിക്കകത്ത് നമ്മുടെ ഈ റേഡിയോഗ്രാഫിക് ഫിലിമിനെ വെച്ചിട്ട് ആ പെട്ടിയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ടേബിളിന്റെ അടിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പം ആ പെട്ടി എന്ന് പറയുന്ന, അവിടുത്തെ ആ ബോക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ പേരാണ് റേഡിയോഗ്രാഫിക് സ്ക്രീൻ. ഇതേപോലെ ഇവിടെ കാണാം, ഇതുപോലെ ഒരു ബോക്സ് ആണ്. ഈ ബോക്സ് ഇപ്പൊ തുറന്നു വെച്ചിട്ടാണ് അല്ലെ. ഈ ബോക്സിന്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് തരുന്ന റേഡിയോഗ്രാഫിക് ഫിലിം. ബോക്സിന്റെ ഉള്ളിൽ ഫിലിം വെക്കും, എന്നിട്ടോ ഈ ബോക്സിങ് അടക്കും. അത് ഇതിന്റെ മുകളിൽ ഈ കേസിങ്, ഈ തുറന്നു വെച്ച് ഓപ്പൺ ചെയ്ത ബോക്സ് ക്ലോസ് ചെയ്യും, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ ബോക്സിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ കിടന്ന ടേബിളിന്റെ അടിയിൽ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സ്റേ കടത്തിവിടും. എക്സ്റേ ഇപ്പൊ നമ്മുടെ ശരീരത്തിലൂടെ കടന്നുപോയി. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ തിക്നെസ്സിനും, അതായത് ബോഡീന്റെ അകത്തുള്ള കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഇന്റൻസിറ്റി റേഡിയേഷൻ എവിടെ എത്തും, ടേബിളിന്റെ അടിയിൽ വെച്ച ഈ ബോക്സിന്റെ ടോപ്പ് സർഫസിലെത്തും. ഓക്കെ, ടോപ്പ് സർഫസിലെത്തും. ദെൻ ഈ ടോപ്പ് സർഫസിൽ നിന്ന് കടന്നു വന്നിട്ട് നമ്മുടെ ഫിലിമിലേക്ക് എത്തും. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു ബോക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനിന്റെ ആവശ്യം എന്താണ്? നേരെ മറിച്ച് ഈ കിടന്ന ഇതേപോലെ കിടത്തി ടേബിളിൽ കിടത്തി ടേബിളിന്റെ അടിയിൽ വെറുതെ ഫിലിം മാത്രം കൊണ്ടുവച്ചാൽ പോരെ, നമുക്ക് റിസൾട്ട് കിട്ടൂലേ? ഇവിടെ വെറുതെ ഫിലിം മാത്രം ഞാൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു, റിസൾട്ട് കിട്ടൂലേ?
കിട്ടൂലടാ. ഹലോ, ഈ സ്ക്രീനിന്റെ ആവശ്യം, സ്ക്രീൻ എന്ന് പറയുന്ന സാധനം എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ക്രീനിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ്. എന്തിനായിരിക്കും അങ്ങനെ ഒരു സ്ക്രീനിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോക്സിന്റെ ഉള്ളിൽ നമ്മൾ ഫിലിം വെച്ചിട്ട് ആ ബോക്സിനെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് പീസിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുന്നത്? ടെസ്റ്റ് പീസ് സപ്പോർട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇത്. ടെസ്റ്റ് പീസിന് ടെസ്റ്റ് പീസ് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ പറയാം. ഓ ഒന്ന് റീസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഞാനിവിടെ ഒരു ടെസ്റ്റ് പീസ് വരയ്ക്കാണ്. ഇതാണ് എൻ്റെ ടെസ്റ്റ് പീസ്. ഇയാളെ എനിക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന് എനിക്ക് എന്ത് വേണം? ഒരു റേഡിയോഗ്രാഫിക് സോഴ്സ് വേണം. ദെൻ ഈ സോഴ്സിൽ നിന്നും റേഡിയേഷൻസ് വരും. മെറ്റീരിയലിന്റെ എല്ലാ ഭാഗത്തേക്കും റേഡിയേഷൻസ് ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രോപ്പർട്ടീസൊക്കെ അനുസരിച്ച് റേഡിയേഷൻ ഔട്ടിലേക്ക് വരും അല്ലേ, മെറ്റീരിയലിന് പുറത്തേക്ക് വരും. റേഡിയേഷൻ ഇതേപോലെ പുറത്തേക്ക് വരും. ഇതിന്റെ അടിയിലായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? എൻ്റെ ഫിലിം മാത്രം ഞാൻ വെച്ചിട്ടുള്ളത്. റേഡിയോഗ്രാഫിക് സ്ക്രീൻ ഒന്നും ഇല്ലാണ്ട് വെറും ഫിലിം മാത്രം വെച്ചു. അപ്പൊ ഈ മെറ്റീരിയലിൽ നിന്നും പുറത്ത് വരുന്ന എക്സ്റേസ് ഉണ്ടല്ലോ, ഈ എക്സ്റേസ്, ഇങ്ങനെയുള്ള എക്സ്റേസ്, ഈ എക്സ്റേസ് കൃത്യമായിട്ട് ഈ ഫിലിമിന്റെ മുകളിൽ വന്ന് വീണാൽ മാത്രമേ നമുക്ക് ഈ മെറ്റീരിയലിന്റെ കറസ്പോണ്ടിങ് ഇമേജ് നമ്മുടെ ഫിലിമിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. അല്ലെ? കറക്റ്റ് അല്ലേ? അത് ഈ മെറ്റീരിയലിൽ നിന്നും ഔട്ടായിട്ട് വരുന്ന, അതായത് മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് വരുന്ന എക്സ്റേസ് കൃത്യമായി ഫുൾ എമൗണ്ട്, ഇതിനകത്ത് നിന്ന് എത്ര എക്സ്റേസ് പുറത്തു വന്നോ, എത്ര ഇന്റൻസിറ്റിയിൽ വന്നോ, അത് അതേപടി നമ്മുടെ ഫിലിമിൽ എത്തിയാൽ മാത്രമേ ഫിലിമിനകത്ത് ഈ മെറ്റീരിയലിന്റെ എക്സാക്ട് റേഡിയോഗ്രാഫിക് ഇമേജ് ജനറേറ്റ് ചെയ്യുള്ളൂ. ബട്ട് നോർമൽ കേസിൽ നമ്മൾ ഇതേപോലെ പിന്നെ ഇതേപോലെ ഫിലിം മാത്രം വെക്കുകയാണെങ്കിൽ എന്താ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ, മെറ്റീരിയലിൽ നിന്നും ഇറങ്ങി വരുന്ന റേഡിയേഷൻസ് ഉണ്ടല്ലോ, ഈ റേഡിയേഷൻസ് പൂർണ്ണമായും നമ്മുടെ ഫിലിം എന്ത് ചെയ്യില്ല, അബ്സോർബ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫിലിം അതിനെ അട്രാക്ട് ചെയ്യില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് റേഡിയേഷൻസ് ഒക്കെ പുറത്തു പോവാം. ഇനി അല്ലെങ്കിൽ ഈ വരുന്ന ഇന്റൻസിറ്റിയെ കൃത്യമായിട്ട് ഫിലിം എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ എക്സാക്ട് ഇമേജ് ആയിരിക്കില്ല. ഇമേജിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറയും, ഇമേജിന്റെ ക്ലാരിറ്റി കുറയും, ഇമേജിന്റെ കോൺട്രാസ്റ്റും ഡെഫിനിഷനും ഒക്കെ കുറയും. അപ്പോ മെറ്റീരിയലിൽ നിന്നും ഇതേപോലെ കയറി ഇറങ്ങി വരുന്ന റേഡിയേഷൻസിനെ, മാക്സിമം റേഡിയേഷൻസിനെ, എത്ര റേഡിയേഷൻസ് പുറത്തു വന്നോ അതിന്റെ ഒരു 90% ആൻഡ് എബോവ് എങ്കിലും നമ്മുടെ ഫിലിമിനകത്ത് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ എക്സാക്ട് റേഡിയോഗ്രാഫിക് ഇമേജ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നോർമൽ കേസിൽ നടക്കില്ല, വെറുതെ ഫിലിം മാത്രം വെച്ചാൽ. അപ്പോ ഇങ്ങനെ ഔട്ടിൽ വരുന്ന റേഡിയേഷൻസിനെ മാക്സിമം അബ്സോർബ് ചെയ്ത്, മാക്സിമം അട്രാക്ട് ചെയ്ത് നമ്മുടെ ഫിലിമിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? ഈ സ്ക്രീൻ ചെയ്യുന്നത്. അപ്പൊ ഇതാ ഈ ബോക്സ്, ഇതുപോലെ ഒരു ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തു, ഇതിന്റെ ഉള്ളിൽ ഞാൻ ഫിലിം വെച്ചു, എന്നിട്ട് ബോക്സിനെ ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ബോക്സിനെ ഞാൻ ക്ലോസ് ചെയ്തു. ഈ ബോക്സ് ആണ് ഞാൻ ഇനി നമ്മുടെ ടെസ്റ്റ് പീസിന്റെ അടിയിൽ വെക്കുന്നത്. അപ്പൊ ഈ ബോക്സിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ, ടെസ്റ്റ് പീസിൽ നിന്നും ഔട്ട് ആയിട്ട് വരുന്ന എക്സ്റേസിനെ, മാക്സിമം എക്സ്റേസിനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ഇതിനകത്ത് വെച്ച ഫിലിമിനകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? സ്ക്രീനിന്റെ ഫംഗ്ഷൻ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റേഡിയോഗ്രാഫിക് ഫിലിം അണ്ടർ റേഡിയേഷൻ അബ്സോർബ് ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയേഷൻ. വെറുതെ നമ്മൾ ഫിലിം വെച്ച് കഴിഞ്ഞാൽ ഔട്ടായിട്ട് വരുന്ന
റേഡിയേഷന്റെ വളരെ ചെറിയ ഫ്രാക്ഷനെ മാത്രമേ ഈ ഫിലിം ഇറ്റ്സെൽഫ് അട്രാക്ട് ചെയ്യുള്ളൂ. In order to fully utilize the radiation, screens are used. അപ്പോൾ മെറ്റീരിയലിൽ നിന്നും ഔട്ട് ആയിട്ട് വരുന്ന എക്സ്റേസിനെ മാക്സിമം കവർ ചെയ്യാൻ അല്ലെങ്കിൽ മാക്സിമം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയോഗ്രാഫിക് സ്ക്രീൻസ് ഉപയോഗിക്കുന്നത്. അപ്പം സ്ക്രീൻസ് 2 ടൈപ്പ് സ്ക്രീനാണ് മെറ്റീരിയൽ ടെസ്റ്റിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. ഒന്ന് മെറ്റൽ ഫോയിൽ സ്ക്രീൻ, മറ്റൊന്ന് ഫ്ലൂറസെന്റ് സ്ക്രീൻ. മെറ്റൽ ഫോയിൽ സ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് സ്ക്രീൻസ് യൂസ്ഡ് ഇൻ RT: മെറ്റൽ ഫോയിൽ സ്ക്രീൻ ആൻഡ് ഫ്ലൂറസെന്റ് സ്ക്രീൻ. അപ്പം എന്താണ് മെറ്റൽ ഫോയിൽ, എന്താണ് ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, 8 സെക്കൻഡ്. ഹലോ ഇവിടെ സ്ക്രീൻസിന്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? മെറ്റീരിയലിൽ നിന്നും ടെസ്റ്റിങ്ങിന് ശേഷം ഔട്ട്ലെറ്റ് ആയി വരുന്ന അല്ലെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന റേഡിയേഷൻസിനെ മാക്സിമം അബ്സോർബ് ചെയ്ത് നമ്മുടെ ഫിലിമിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? സ്ക്രീൻസിന്റെ ഫംഗ്ഷൻ. സ്ക്രീൻസ് അപ്പൊ 2 തരം സ്ക്രീൻസ് ആണ് ഉള്ളത്. 2 ടൈപ്സ്. ഫസ്റ്റ് വൺ മെറ്റൽ ഫോയിൽ സ്ക്രീൻ, സെക്കൻഡ് വൺ ഫ്ലൂറസെന്റ് സ്ക്രീൻ. മെറ്റൽ ഫോയിൽ സ്ക്രീൻ ആൻഡ് ഫ്ലൂറസെന്റ് സ്ക്രീൻ. Moving on, first one, that is metal foil screen. പേരിൽ തന്നെ ഉണ്ട്, മെറ്റൽ ഫോയിൽ ആണ് ഇവിടെ സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കുക. Usually lead foil screens consist of lead foil mounted on cardboard or plastic. These are used in pairs by sandwiching film between them. ഇത് തന്നെയാണ് ലെഡ് ഫോയിൽ സ്ക്രീൻ എന്ന് പറയുന്നതിന്റെ ഒരു പിക്ചോറിയൽ വ്യൂ. അത് ആക്ച്വലി ലെഡ് ഫോയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. മെറ്റൽ ഫോയിൽ സ്ക്രീൻ എന്നാണ് പേര്. അപ്പൊ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസ് ഉപയോഗിക്കുന്ന മെറ്റൽ ഫോയിൽ ലെഡ് ഫോയിൽ ആണ്. ലെഡ് ഫോയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ക്രീൻ എങ്ങനെയാണ് ഈ സ്ക്രീൻ ഉണ്ടാക്കുക എന്നുള്ളതാ പറയുന്നത്. എന്താ സംഭവം വെച്ചാല്, ഒരു കാർഡ്ബോർഡിന്റെ മേലയിൽ ഒരു മെറ്റൽ ലെഡ് ഫോയിൽ നമ്മൾ എന്ത് ചെയ്യും? മൗണ്ട് ചെയ്യും. അതേപോലെ ഒരു സെക്കൻഡ് കാർഡ്ബോർഡ് പീസ്, ഇവിടെ നിങ്ങൾക്ക് 2 പീസ് കാണാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതൊരു കാർഡ്ബോർഡ് ആണ്. ഇതിന്റെ മുകളിൽ ലെഡിന്റെ ഒരു ഫോയിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേറൊരു കാർഡ്ബോർഡിന്റെ മുകളിൽ ഒരു ലെഡ് ഫോയിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചെയ്ത 2 പീസിന്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ഫിലിമിന് വെക്കുക. അതിനെ സാൻഡ്വിച്ചിങ് എന്നാ പറയാ. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ? സാൻഡ്വിച്ച് കഴിച്ചിട്ടില്ലെങ്കിലൊക്കെ 2 ബണ്ണിന്റെ ഇടയിലാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയി മറ്റു മസാലയും കാര്യങ്ങളൊക്കെ വരിക. അതേപോലെ 2 മെറ്റൽ ഫോയിൽ സ്ക്രീനുകളുടെ ഇടയിൽ നമ്മുടെ ഫിലിമിനെ സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സാൻഡ്വിച്ച് ചെയ്യാന്ന് വെച്ചാൽ 2ന്റെ ഇടയിൽ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ടോ ഇനി ഇയാളെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, ഈ മൊത്തം അസംബ്ലിനെയാണ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അയക്കുക. അപ്പൊ ഈ മൊത്തം അസംബ്ലിയുടെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ അവിടെ കാണിച്ചിട്ടുള്ള ഇതാണ്. അടുക്കായിട്ട് നിങ്ങൾക്ക് റേഡിയോഗ്രാഫിക് ഫിലിം കാണാം. ദെൻ അതിന്റെ മുകളിലായിട്ട് നമ്മുടെ കാർഡ്ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉണ്ടാവും, ദാറ്റ് ഈസ് ഫോസ്ഫറസ്. അതേപോലെ ലെഡിന്റെ ഒരു ഫോയിലും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലെഡിന്റെ ഫോയിൽ കാണാം. അതേപോലെ മുകളിലും ഉണ്ടാവും. ഈ ഫിഗറിൽ അത് കാണിച്ചിട്ടില്ല. ഇവിടെ ഒരു ലെഡിന്റെ ഫോയിൽ ഉണ്ടാവും. ദെൻ കാസറ്റ് ഫ്രണ്ടും അതായത് ഇതിന്റെ ഈ മൗണ്ടിങ്ങിന്, അതായത് ഈ നമ്മുടെ ഒരു ബോക്സിന്റെ ഫ്രണ്ട് ഫേസ്, അതേപോലെ ഫ്രണ്ട് ബോക്സിന്റെ ബാക്ക് ഫേസ്. ഓക്കെ, അപ്പോൾ സിംപ്ലി എന്താണ് മെറ്റൽ ഫോയിൽ സ്ക്രീൻ എന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ കേസും മെറ്റൽ ഫോയിൽ സ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലെഡ് ഫോയിൽസ് ആണ്. ഈ ലെഡ് ഫോയിൽ എന്ത് ചെയ്യും? ഒരു കാർഡ്ബോർഡ്, ഒരു കരിയർ ബോർഡിന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് അങ്ങനെയുള്ള 2 ബോർഡുകളുടെ ഇടയിൽ നമ്മുടെ ഫിലിമിനെ സാൻഡ്വിച്ച് ചെയ്യും അല്ലെ? എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ എന്താണ് ഈ മെറ്റൽ ഫോയിൽ സ്ക്രീനിന്റെ അഡ്വാൻറ്റേജ്? അപ്പം സോഫ്റ്റ് സ്കാറ്റേർഡ് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് മോർ ദാൻ പ്രൈമറി റേഡിയേഷൻ. എന്താ ഈ സോഫ്റ്റ് സ്കാറ്റേർഡ്? നമുക്ക് നോക്കാം.
നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നമ്മളൊരു ടെസ്റ്റ് പീസ് കൺസിഡർ ചെയ്യാണ്. ഇതാണ് എന്റെ ടെസ്റ്റ് പീസ്. ഇവിടെ റേഡിയേഷൻ സോഴ്സ് ഉണ്ട്. റേഡിയേഷൻ വന്ന് ഈ മെറ്റീരിയലിലൂടെയൊക്കെ പാസ് ചെയ്യണേ. മെറ്റീരിയലിലൂടെ പാസ് ചെയ്താൽ നമുക്കറിയാം ഒരു വേവ് ഫോമും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ സ്കാറ്ററിങ്ങും അതേപോലെ തന്നെ അറ്റനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിഗ്നൽ ഡിസ്റ്റോർഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ മെറ്റീരിയലിൽ നിന്നും ഔട്ടിലേക്ക് വരുന്ന എക്സ്റേസ് കുറച്ച് സ്കാറ്ററിങ്, അതായത് മീഡിയം ചേഞ്ച് വരുമ്പോൾ ഇവിടുന്നൊക്കെ സ്കാറ്റേർഡ് വേവ് ആയിട്ട് അല്ലെങ്കിൽ സ്കാറ്റേർഡ് റേഡിയേഷൻ ആയിട്ട് പല ഭാഗത്തേക്കും ചെതറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ മുമ്പിലായിട്ടാണ് നമ്മുടെ സ്ക്രീനും ഫിലിമും അടങ്ങുന്ന അസംബ്ലി നമ്മൾ കൊണ്ടുവെക്കുന്നത്. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് മെറ്റൽ ഫോയിലിന്റെ നടുക്കായിട്ട് നമ്മുടെ ഫിലിം ഉണ്ട്. ഇപ്പൊ ഇവിടെ മേലയിൽ ഒരു മെറ്റൽ ഫോയിൽ ലെയർ ഉണ്ട്, താഴെയുണ്ട്. ഇതിന്റെ നടുക്ക് നമ്മുടെ എന്തുണ്ട്, റേഡിയോഗ്രാഫിക് ഫിലിം ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്കാറ്ററിങ് നടക്കുന്ന സോഫ്റ്റ് സ്കാറ്റേർഡ് റേസിനെ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കാറ്റേർഡ് റേഡിയേഷനെ മാക്സിമം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ലെഡ് ഫോയിൽ സ്ക്രീനിന് ഉണ്ട്. അങ്ങനെ വരുമ്പോ സ്കാറ്റേർഡ് റേഡിയേഷനെ, അതായത് പരമാവധി പുറത്തേക്ക് പോകുന്ന ലോസ് ആയിട്ട് പോകുന്ന റേഡിയേഷനെ അടക്കം ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അബ്സോർബ് ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫിലിമിലേക്ക് അയക്കും. അങ്ങനെ വരുമ്പോ അതിന് കറസ്പോണ്ടിങ് ഇമേജ് ജനറേഷൻ അവിടെ നടക്കും. ദെൻ ഹാംഫുൾ എഫക്ട് ഈസ് റെഡ്യൂസ്ഡ്. ഹാംഫുൾ എഫക്ട് നമുക്കറിയാം, എക്സ്റേസ് നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന്, അതായത് ഒരു കൺട്രോളബിൾ അല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ഇപ്പം സ്ക്രീനൊന്നും വെച്ചിട്ടില്ലേ, സ്ക്രീനൊന്നും വെക്കാതെ വെറുതെ ഒരു ടെസ്റ്റ് പീസും ഒരു ഫിലിമും ഒരു സോഴ്സിൽ നിന്നും റേഡിയേഷൻ വന്ന് ഫിലിമിലേക്കാണ് പോവുക. പക്ഷെ നമുക്കറിയാം ഫിലിമിനകത്തേക്ക് വെറുതെ ഫിലിം വെച്ച് കഴിഞ്ഞാൽ ഫിലിമിനകത്തേക്ക് വരുന്നത് വളരെ കുറച്ച് റേഡിയേഷൻസേ വരുള്ളൂ. ബാക്കിയൊക്കെ ഇവിടുന്നൊക്കെ പുറത്തേക്കൊക്കെ സ്കാറ്റർ ചെയ്തിട്ടും മറ്റു രീതിയിലൊക്കെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഹ്യൂമൻ ബീങ്സ് നമ്മളൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കൊക്കെ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ റേഡിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഇതിന്റെ ഈ ഫിലിമിന്റെ കൂടെ ഞാൻ സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ലെഡ് ഫോയിൽ സ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ലെഡ് ഫോയിൽ സ്ക്രീൻ എന്ത് ചെയ്തോളും, മാക്സിമം റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് ഫിലിമിലേക്ക് ഡയറക്റ്റ് ചെയ്തോളും. പുറത്തേക്ക് മനുഷ്യന്മാരിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഹാംഫുൾ എഫക്ട് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ലെഡ് സ്ക്രീൻ ആണെങ്കിലും ഏത് സ്ക്രീൻ ആയിക്കോട്ടെ, സ്ക്രീൻസ് പൊതുവെ മാക്സിമം റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ റേഡിയേഷന്റെ ലോസ് ഉണ്ടാവില്ല. ആ ലോസ് കാരണം ഉണ്ടാകുന്ന ഹാംഫുൾ എഫക്റ്റ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Then higher intensification reduce exposure time. അതായത് എക്സ്പോഷർ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലാറ്റന്റ് ഇമേജ് ഉണ്ടാകാൻ വേണ്ടി, അല്ലെ? ഞാനൊരു റേഡിയോഗ്രാഫിക് സോഴ്സ്, ഒരു മെറ്റീരിയല്, ഇതിന്റെ അടിയിലായിട്ട് ഒരു ഫിലിമും സ്ക്രീനൊക്കെ അടങ്ങുന്ന അസംബ്ലി. ഞാൻ ഇത് മൗസ് പാർട്ട് വെച്ച് വരക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞും വളഞ്ഞൊക്കെ പോകുന്നത്. നിങ്ങൾ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ടാവും. ഇവിടെ ഒരു ലെഡ് ഫോയിൽ ഉണ്ട്, ഇവിടെ ഒരു ലെഡ് ഫോയിൽ ഉണ്ട്, നടുക്ക് ഫിലിം ഉണ്ട്. അപ്പൊ ഇവിടെ വെറുതെ ഫിലിം മാത്രമാണ് വെക്കുന്നതെങ്കിൽ ആ ഫിലിമിനകത്ത് ലാറ്റന്റ് ഇമേജ്, നല്ല ക്ലിയർ ഇമേജ് ഉണ്ടാകണമെങ്കിൽ ഒരുപാട് നേരം ഞാൻ എന്ത് ചെയ്യണം, റേഡിയേഷൻ സോഴ്സിൽ നിന്നും റേഡിയേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം, വേണ്ടേ? കാരണം കുറെ റേഡിയേഷൻ ഇവിടുന്നൊക്കെ ലോസ് ഒക്കെ വന്നിട്ട് കുറച്ച് മാത്രമേ നമ്മുടെ ഫിലിമിൽ എത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് സാധനം കുറെ നേരം കൊടുത്താൽ മാത്രമേ ഫിലിമിനകത്ത് ഒരു ഇമേജ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് സ്ക്രീൻസ് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോസ് ഒന്നുമില്ല. മാക്സിമം സ്കാറ്റേർഡ് റേസിനെ അടക്കം ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്? സ്ക്രീനിലെ ലെഡ് ഫോയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം റേഡിയേഷൻ നമ്മുടെ ഫിലിമിൽ എത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇമേജ് ഫോർമേഷൻ നടക്കുകയും ചെയ്യും. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ വാട്ട് ഈസ് ലെഡ് ഫോയിൽ സ്ക്രീൻ അല്ലെങ്കിൽ മെറ്റൽ ഫോയിൽ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസ് യൂസ് ചെയ്യുന്നത് ലെഡ് ഫോയിൽസ് ആണ്. ലെഡ് ഫോയിൽസിന്റെ 2 യൂണിറ്റ് ഉണ്ടാവും. ഒരു ഫ്രണ്ട് സർഫസ് ഉണ്ടാവും, ഒരു ബാക്ക് സർഫസ് ഉണ്ടാവും. ഈ 2 യൂണിറ്റിന്റെ ഇടയിൽ നമ്മുടെ നമ്മുടെ ഫിലിമിനെ സാൻഡ്വിച്ച് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ സ്ക്രീൻ പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ ഈ സ്ക്രീൻ അസംബ്ലിയാണ്, നമ്മുടെ ഫിലിമും സ്ക്രീനും കൂടിയിട്ടുള്ള ഈ അസംബ്ലിയാണ് നമ്മൾ ടെസ്റ്റ് പീസിന്റെ ബാക്ക് സൈഡിലായിട്ട് അല്ലെങ്കിൽ അടിയിലായിട്ട് വെക്കുക. ഈ ഒരു സ്ക്രീനിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം റേഡിയേഷൻസിനെ, നമ്മുടെ ടെസ്റ്റ് പീസിൽ നിന്ന് വരുന്ന മാക്സിമം റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് ഫിലിമിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സോഫ്റ്റ് സ്കാറ്റേർഡ് റേസ്, അതായത് വളരെ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ ഇന്റൻസിറ്റിയിലുള്ള സ്കാറ്റേർഡ് റേസിനെ പോലും ഈ ഫിലിംസ് സ്ക്രീൻസ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്ത് നമ്മുടെ ഫിലിമിലേക്ക് ഡയറക്റ്റ് ചെയ്യും.
സോ ഇങ്ങനെ ഉണ്ടാവുക, 2 പീസ് ഉണ്ടാവും, ഒരു ഫ്രണ്ട് പീസും ഒരു ബാക്ക് പീസും ഉണ്ടാവും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നമ്മുടെ ഫിലിം ഉണ്ടാവും. അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആയത്. ഇത് ഫ്രണ്ട് സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ കാർഡ്ബോർഡും മെറ്റൽ ഫോയിലും അടങ്ങുന്ന ഏരിയ. അതിന്റെ അടിയിലായിട്ട് നമ്മുടെ മെറ്റൽ ഫിലിം, ഫോട്ടോഗ്രാഫിക് ഫിലിം, സാൻഡ്വിച്ച് ചെയ്ത ഫിലിം. ദെൻ ബാക്ക് സൈഡ് കാർഡ്ബോർഡും നമ്മുടെ ലെഡ് ഫോയിലും അടങ്ങുന്ന ഏരിയ. ക്ലിയർ ആണല്ലോ? യെസ് സർ. രണ്ടാമത്തെ ടൈപ്പ് സ്ക്രീൻ ആണ് ഫ്ലൂറസെന്റ് ഇന്റൻസിഫൈങ് സ്ക്രീൻസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് സോൾട്ട് സ്ക്രീൻ. ഫ്ലൂറസെന്റ് സ്ക്രീൻ ഓർ സോൾട്ട് സ്ക്രീൻ. ഫ്ലൂറസെന്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ സംതിങ് ഫ്ലൂറസെന്റ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. എന്താണ് ഫ്ലൂറസെന്റ് ഇന്റൻസിഫൈങ് സ്ക്രീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോൾട്ട് സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാർഡ്ബോർഡ് മെറ്റീരിയൽ തന്നെയാണ്. നേരത്തെ നമ്മൾ കാർഡ്ബോർഡിന്റെ മുകളിൽ ലെഡ് ഫോയിൽ ആയിരുന്നു മൗണ്ട് ചെയ്തത്. ഇവിടെ എന്താ വെച്ചാല് ഒരു കാർഡ്ബോർഡ് മെറ്റീരിയലിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ് പ്ലാസ്റ്റിക് ഒക്കെയാണ് നമ്മൾ ബേസ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുക. അതിന്റെ മുകളിൽ ഒരു യൂണിഫോം ലെയർ ഓഫ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യുക മാത്രമല്ല, അതിനെ അവിടെ നന്നായിട്ട് ഒട്ടിച്ചു വെക്കും ബൈ യൂസിങ് എ ബൈൻഡർ മെറ്റീരിയൽ. ഒരു കാർഡ്ബോർഡ് പീസിന്റെ മുകളിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസിനെ ഒട്ടിച്ചു വെച്ച ഒരു യൂണിഫോം തിക്നെസ് ഉള്ള, അല്ലെങ്കിൽ യൂണിഫോം ലെയർ ഫോർമേഷനിലുള്ള ഒരു ഫ്ലൂറസെന്റ് ലെയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ആ അസംബ്ലിയെയാണ്, അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിനെയാണ് ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പൊതുവെ ഉപയോഗിക്കുന്ന കാർഡ്ബോർഡിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുന്ന യൂണിഫോം തിക്നെസ്സിലുള്ള ആ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? നോർമലി യൂസ്ഡ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കാൽഷ്യം ടങ്സ്റ്റേറ്റ് ഓർ ബാരിയം ലെഡ് സൾഫേറ്റ്. പേരുകൾ ഓർമ്മ വേണേ. നമ്മൾ ഫിലിമിനകത്ത് എമൽഷൻ കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആരൊക്കെയായിരുന്നു? ഒരു ഫിലിം ഉണ്ടാക്കാൻ വേണ്ടി പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലിന്റെ മുകളിൽ നമ്മൾ എമൽഷൻ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അത് ആരുടെ കോട്ടിങ് ആയിരുന്നു? സിൽവർ ഹാലൈഡ്സ് സച്ച് ആസ് സിൽവർ ബ്രോമൈഡ് ഓർ സിൽവർ ബ്രോമൈഡ് മാത്രമാണോ യൂസ് ചെയ്യുക? സിൽവർ ക്ലോറൈഡ്. ഓക്കെ, സിൽവർ ക്ലോറൈഡ് കറക്റ്റ് ആണ്. ഒന്നുകിൽ സിൽവർ ബ്രോമൈഡ് അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ്. അതാണ് നമ്മൾ ഫിലിമിനകത്തുള്ള എമൽഷൻ കോട്ടിങ്. ദെൻ ഫ്ലൂറസെന്റ് സ്ക്രീനിനകത്തുള്ള കോട്ടിങ്, അത് കാർഡ്ബോർഡ് മെറ്റീരിയലിന്റെ മുകളിൽ നമ്മൾ യൂണിഫോം തിക്നെസ് കൊടുക്കുന്ന ആ ഒരു ഫ്ലൂറസെന്റ് പാർട്ടിക്കിൾ, മോസ്റ്റ് ഓഫ് ദ കേസ് യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റ് പാർട്ടിക്കിൾസിന്റെ പേരാണ് ഇപ്പൊ പറഞ്ഞത്, കാൽഷ്യം ടങ്സ്റ്റേറ്റ് ഓർ ബാരിയം ലെഡ് സൾഫേറ്റ്. അപ്പൊ ഇതിന്റെ പൗഡേർഡ് എലമെന്റ് നമ്മൾ ഒരു കാർഡ്ബോർഡിന്റെ മുകളിൽ നല്ല രീതിയിൽ ഒരു യൂണിഫോം തിക്നെസ്സിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോർഡിന്റെ പേരാണ് ഫ്ലൂറസെന്റ് സ്ക്രീൻ അല്ലെങ്കിൽ സോൾട്ട് സ്ക്രീൻ. ഇനി ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുക എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. ലെഡ് ഫോയിലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, സ്കാറ്റേർഡ് റേസിനെ പോലും അബ്സോർബ് ചെയ്ത് മെറ്റീരിയലായ നമ്മുടെ ഫിലിമിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഫ്ലൂറസെന്റ് സ്ക്രീന് ആക്ച്വലി ചെയ്യുന്നത് ഇതേപോലെ സ്കാറ്റേർഡ് റേസിനെയൊക്കെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് ഫിലിമിനകത്തേക്ക് എങ്ങനെയാ വിടുക എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത് ഇതാണ് നമ്മുടെ ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഇത്രയും തിക്നെസ്സിലുള്ള ഈ ഒരു പാർട്ടാണ് ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഇതിനകത്ത് കുറെ വൈറ്റ് കളറിൽ കാണിച്ചത് ഫോസ്ഫറസ് ആയ നമ്മളിപ്പോ പറഞ്ഞ ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആണ്. ഇവിടെ ഇപ്പൊ കാൽഷ്യം ടങ്സ്റ്റേറ്റ് ഓർ ബാരിയം ലെഡ് സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഒരു നമ്മുടെ ഫ്ലൂറസെന്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസിനെ ബൈൻഡ് ചെയ്ത് വെച്ച ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ കാണുന്നത്. ദെൻ ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ തൊട്ട് അടിയിലായിട്ടാണ് നമ്മുടെ ഫിലിമിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ, ഒരു ബ്ലൂ കളറിൽ ഫിലിം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫിലിമിന്റെ മുമ്പിലായിട്ട് അല്ലെങ്കിൽ ഫിലിമിന്റെ മേലിലായിട്ട് ടോപ്പിലായിട്ടാണ് നമ്മൾ ഫ്ലൂറസെന്റ് സ്ക്രീന് വെക്കുക. ഇനി ഇവിടെ എങ്ങനെയാ ഇത് വർക്ക് ചെയ്യാന്നുള്ളത്? ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിലാണല്ലോ ഞാനിപ്പോ ഇവിടെ ടെസ്റ്റ് പീസ് വെക്കുകയാണെങ്കിൽ, ഇതാണ് ഈ ഒരു വലിയ പീസാണ് എന്റെ ടെസ്റ്റ് പീസ് എങ്കിൽ, റേഡിയോഗ്രാഫിക് സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ടെസ്റ്റ് പീസിലൂടെയൊക്കെ കയറി ഇറങ്ങിയിട്ട് വരുന്നു. ഈ ഒരു റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാം റേഡിയേഷൻസ് വരുന്നുണ്ട്. നമുക്കറിയാം റേഡിയേഷൻസിനെ ഈ ഫ്ലൂറസെന്റ് സ്ക്രീൻ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ലെഡ് ഫോയിൽ സ്ക്രീൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് ആൾക്കാരെ നേരെ എക്സ്റേസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് നേരെ ഫിലിമിലേക്ക് അയക്കുക ചെയ്ത് ലെഡ് ഫോയിൽ സ്ക്രീൻ. ബട്ട് ഫോസ്ഫറസ് സ്ക്രീൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവിടെ വരുന്ന എക്സ്റേസ് ഡിഫറെന്റ് ഇന്റൻസിറ്റി എക്സ്റേ ആയിരിക്കുമല്ലോ. നമ്മളെ ടെസ്റ്റ് പീസിന്റെ തിക്നെസ്സിനും ടെസ്റ്റ് പീസിലെ ക്രാക്കിന്റെ ഒക്കെ ഇതിനനുസരിച്ചിട്ട് വരുന്ന എക്സ്റേസ് ഓരോന്നും ഓരോരോ ഇന്റൻസിറ്റി ആയിരിക്കുമല്ലോ. ഡിഫറെന്റ് ഇന്റൻസിറ്റി റേസ് ആയിരിക്കൂലേ വരിക. ആ വരുന്ന ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ
ഒരു ലൈറ്റ് ഫോർമേഷൻ ഉണ്ടാവും, വിസിബിൾ ലൈറ്റ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു എക്സ്റേ, നമ്മുടെ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ ഒരു എക്സ്റേ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ലൈറ്റ് ഫോർമേഷൻ, കളേർഡ് ലൈറ്റിന്റെ ഫോർമേഷൻ സംഭവിക്കും. ഒന്നുകിൽ ബ്ലൂ കളർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് കളറിലുള്ള ലൈറ്റ് ജനറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഫോർമേഷൻ ഉണ്ടാവും. എന്നിട്ട് ആ ലൈറ്റ്സ് ആണ് എവിടെ പോയി ഹിറ്റ് ചെയ്യുക? നമ്മുടെ റേഡിയോഗ്രാഫിക് ഫിലിമിനകത്തേക്ക് പോയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്. നേരെ എക്സ്റേ പോയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നില്ല, എക്സ്റേസിനെ അവിടെ നിന്ന് കൺവേർട്ട് ചെയ്യാണ്. ആരാ കൺവേർട്ട് ചെയ്തത്? ഫോസ്ഫറസ് സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ് കൺവേർട്ട് ചെയ്തത്. ഈ ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ത് ചെയ്തു? വരുന്ന എക്സ്റേയുടെ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റ് ജനറേറ്റ് ചെയ്തു. ആ ലൈറ്റിനെ നമ്മുടെ ഫിലിമിലേക്ക് ഡയറക്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റ് വന്നിട്ട് നമ്മുടെ ഫിലിമിലേക്ക് വന്ന് വീഴുമ്പോൾ കറസ്പോണ്ടിങ് കെമിക്കൽ റിയാക്ഷൻസ് ഫിലിമിൽ ഉണ്ടാവും. അങ്ങനെ ഫിലിമിനകത്ത് കളർ ചേഞ്ചും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ എക്സ്റേസ് നേരിട്ട് വന്ന് ഫിലിമിലേക്ക് വീഴുന്നില്ല, പകരം എക്സ്റേസിനെ ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ ലൈറ്റ് ആണ് നമ്മുടെ ഫിലിമിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് എമിറ്റ്സ് വിസിബിൾ ഓർ UV ലൈറ്റ് വെൻ എക്സ്പോസ് ടു എക്സ്റേസ് ഓർ ഗാമ റേസ്. ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ ഒരു പ്രത്യേകതയാ പറഞ്ഞ്, ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ എക്സ്റേസ് അല്ലെങ്കിൽ ഗാമ റേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റ്സിനെ ജനറേറ്റ് ചെയ്യും. ഐദർ വിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റ്സ് ആയിരിക്കും, UV ലൈറ്റ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഈ വിസിബിൾ ലൈറ്റ്സ് അല്ലെങ്കിൽ UV ലൈറ്റ്സ് നമ്മുടെ ഫിലിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഫിലിമിനകത്ത് എന്തുണ്ടാവും? ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ക്ലിയർ ആണോ? ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ എലമെന്റ്. ഫ്ലൂറസെന്റ് സ്ക്രീൻ ഇവിടെ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റീരിയലിൽ നിന്നും വരുന്ന ഡിഫറെന്റ് ഇന്റൻസിറ്റി എക്സ്റേസിനെ അബ്സോർബ് ചെയ്യുന്നു. അതിന്റെ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് വേവ് ലെങ്ത്തുള്ള ഡിഫറെന്റ് ലൈറ്റ് വേവ്സിനെ ജനറേറ്റ് ചെയ്യുന്നു. ആ ലൈറ്റ് വേവ്സ് നമ്മുടെ ഫിലിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. ദിസ് ഈസ് ഫ്ലൂറസെന്റ് സ്ക്രീൻസ്. അതിന്റെ തന്നെ തിയറിയാണ് പറയുന്നത്, ഇന്റൻസിഫൈങ് സ്ക്രീൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ഫ്ലൂറസെന്റ് ഫോസ്ഫറസ് വിച്ച്, അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ട ഈ ഒരു സ്ക്രീനിന്റെ കഥയാണ് പറയുന്നത്. ഇവിടുത്തെ ഫോസ്ഫറസ് മെറ്റീരിയൽ ആണ് ഇവിടുത്തെ ഫ്ലൂറസെന്റ് പാർട്ടിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്ലൂറസെന്റ് ഫോസ്ഫറസ് വിച്ച് ഗിവ്സ് ഓഫ് ലൈറ്റ് വെൻ സ്ട്രക്ക് ബൈ എക്സ്റേസ്. ഡിഫറെന്റ് ഫോസ്ഫറസ് ഗിവ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഓർ colors of light. In radiography, most emit blue or blue violet or green light. Most of the cases ഈ ഫോസ്ഫറസ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ക്രീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ എക്സ്റേസിന് അനുസരിച്ചിട്ട് ഈ 3 കളറിലുള്ള ചേഞ്ചുകളാണ് ഉണ്ടാവുക. അതായത് ലൈറ്റ്സ് ആണ് ഉണ്ടാവുക, ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ്, അതും അല്ലെങ്കിൽ ഗ്രീൻ. Then radiographic film is most sensitive to one of these spectrum. അപ്പൊ ഈ കളേർഡ് ലൈറ്റ് നമ്മുടെ ഫിലിമിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഫിലിം എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസും യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസും നമ്മുടെ ഫിലിംസ് റിയാക്ട് ചെയ്യുന്ന കളറുകളാണിത്. ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ്, അതല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ്. ബ്ലൂ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ് ഓർ വയലറ്റ് ലൈറ്റ് നമ്മുടെ ഫിലിമിനകത്തേക്ക്, എക്സ്റേ ഫിലിമിനകത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഫിലിമിനകത്ത് കളർ ചേഞ്ച് ഉണ്ടാവും. ഇനി നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് കിട്ടിയ ഫിലിം ഉണ്ടല്ലോ, ആ ഫിലിം എപ്പോഴെങ്കിലൊക്കെ എടുക്കുമ്പോൾ അതിനകത്തേക്ക് ഇതേപോലെ ബ്ലൂ ഓർ ലൈറ്റ്, വയലറ്റ് ഓർ ഗ്രീൻ ലൈറ്റ് ഒക്കെ അടിച്ച് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ആ കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലത്ത് ചെറിയ കളർ ചേഞ്ച് ഒക്കെ വരും. അപ്പൊ മാത്രമല്ല, പിന്നെ നിങ്ങൾ ഈ റേഡിയോഗ്രാഫിക് ഫിലിം നിങ്ങൾ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കവറിലാക്കിയിട്ടാണ് തരിക അല്ലെ? ആ കവറിലാക്കിയിട്ട് തരുന്നത് ഈ സൺലൈറ്റിലും ഇതിനകത്ത് കളർ ചേഞ്ച് വരും. നിങ്ങൾ ഒരു റേഡിയോഗ്രാഫിക് ഫിലിം എടുത്തിട്ട് പകൽ എന്ത് ചെയ്യുക? സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. സൂര്യപ്രകാശം എന്ന് പറയുന്നത് എന്താ? വിസിബിൾ സ്പെക്ട്രം ആണ്, ഒരു വിബ്ജിയോർ സ്പെക്ട്രം ആണ് അല്ലെ? അതിനകത്ത് ഈ പറയുന്ന ഡിഫറെന്റ് വേവ് ലെങ്ത് കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സ് വന്നിട്ട് നമ്മുടെ ഫിലിമിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഫിലിമിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതിനകത്ത് ഒരു ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പോ നമ്മൾ ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്റേസ് ഡയറക്റ്റ് ആയിട്ട് എവിടെ എത്തുന്നില്ല? ഫിലിമിലേക്ക് എത്തുന്നില്ല. പകരം എന്താ എത്തുന്നത്? എക്സ്റേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് എത്തുന്നത് അല്ലെ? അല്ലേടാ? അപ്പൊ 2 ടൈപ്പ് സ്ക്രീനിനെ പറ്റി പറഞ്ഞു. റേഡിയോഗ്രാഫിക് സ്ക്രീൻസ് എന്താണ്, സ്ക്രീനിന്റെ ആവശ്യം, 2 ടൈപ്പ് സ്ക്രീൻ ഏതാണെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റി ഓഫ് ഗുഡ് റേഡിയോഗ്രഫി. നമ്മൾ ഇതേപോലെ ഒരു കാര്യം പറഞ്ഞു, ക്വാളിറ്റി ഓഫ് എ ഗുഡ് ഫിലിം പറഞ്ഞു. ഫിലിമിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ?
film density, film grainness. ഫിലിം ഡെൻസിറ്റിയും ഫിലിം ഗ്രെയിൻനെസ്സും. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിലിമിന്റെ ക്വാളിറ്റി അല്ലേ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഡിയോഗ്രഫി എന്ന് പറയുന്ന ടെസ്റ്റിങ്ങിന്റെ ക്വാളിറ്റിയാണ്. ഹോൾ പ്രോസസ്സിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വാളിറ്റി ഓഫ് ഗുഡ് റേഡിയോഗ്രഫി ചോദിച്ചിരുന്നു, ഈ സാധനം ചോദിച്ചിരുന്നു. ബട്ട് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എഴുതിയത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫിലിമിന്റെ ഡെൻസിറ്റിയും ഫിലിമിന്റെ ഗ്രെയിൻനെസ്സും മാത്രമാണ്. അതും ക്വാളിറ്റി ഓഫ് റേഡിയോഗ്രഫിയിൽ വരും. പക്ഷെ ഇനിയും കുറച്ച് ഫാക്ടേഴ്സ് പറയാനുണ്ട്. റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റേഡിയോഗ്രഫി എന്ന് പറയുന്നത് ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ റേഡിയോഗ്രഫി എന്ന് പറയാം. അപ്പൊ അവിടെ ഫിലിമിനെ മാത്രം നോക്കിയാൽ പോരാ, മറ്റു കുറച്ച് കാര്യങ്ങളെയും കൂടി പറയാനുണ്ട്. അപ്പൊ നമ്മൾ ഫിലിമിൽ വെച്ച് തന്നെ തുടങ്ങാം. 4 ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ കൂടെ കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം ഈ 4 പറഞ്ഞിട്ട് 5, 6 ഒക്കെ എന്താന്ന് പറയാം. ഒന്ന് ഡെൻസിറ്റി. അറിയാലോ ഡെൻസിറ്റി എന്താണെന്ന് അറിയാലോ, ഫിലിമിന്റെ പ്രോപ്പർട്ടിയാ. ലോഗരിതം ഓഫ് അല്ലെ ഇന്റൻസിറ്റി ഓഫ് ഇൻകമിങ് റേഡിയേഷൻ ഡിവൈഡഡ് ബൈ ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ അല്ലേടാ. ഓക്കെ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ഡിറ്റർമൈനിങ് ഫാക്ടറാണ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് കൂട്ടലും കോൺട്രാസ്റ്റ് കുറക്കലൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം അല്ലെ. ഒരു ഫോട്ടോ ഒക്കെ കിട്ടി എഡിറ്റ് ചെയ്യാൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ് ഈ കോൺട്രാസ്റ്റ്? ആരാണ് എഡിറ്റർ? കോൺട്രാസ്റ്റ് വൈറ്റ്സും ബ്ലാക്കും തമ്മിലുള്ള അതിന്റെ ഇന്റൻസിറ്റി ഡിഫറൻസ് അല്ലേ? ഏതാണ്ട് ശരിയാണ്. ഏതാണ്ട് ശരിയാണെന്ന് പറഞ്ഞാൽ ഒരു 80% ശരിയാണ്. വൈറ്റും ബ്ലാക്കും തമ്മിൽ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഡെൻസിറ്റി റിലേറ്റ് ചെയ്തിട്ട് പറയാം. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് ഇൻകമിങ് റേഡിയേഷനും അല്ലെ. ഞാനൊരു മിനിറ്റ്. അതായത് നല്ല ഡെൻസിറ്റി ഫിലിം ആണെങ്കിൽ നമുക്കറിയാം വരുന്ന റേഡിയേഷന്റെ പക്ക ഇമേജ് നമുക്ക് ഫിലിമിനകത്ത് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇതൊരു ഫിലിമാണ്, കൺസിഡർ ചെയ്യാം. ഇവിടുന്ന് റേഡിയേഷൻ സോഴ്സിൽ നിന്നും റേഡിയേഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ വരുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നല്ലൊരു ഡാർക്ക് കളർ ജനറേഷൻ അല്ലെങ്കിൽ ഒരു കളർ ഫോർമേഷൻ ഇവിടെ ഉണ്ടാവും. ഒരു ഹൈ ഡെൻസിറ്റി ഫിലിം ആണെങ്കിൽ അതാണ്. നേരെ കുറച്ച് ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലങ്ങൾ മീൻസ് ഇവിടുന്ന് വരുന്ന ഇന്റൻസിറ്റി കറസ്പോണ്ടിങ് അല്ലാതെ അല്ലെങ്കിൽ ഇതിന്റെ ഈ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് അല്ലാതെ ചെറിയൊരു കളറിലുള്ള ഒരു ഇമേജ് ഫോർമേഷൻ അല്ലെ. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൈ ഡെൻസിറ്റി ഇമേജ് ആണ്, ഇവിടെ നമുക്ക് ലോ ഡെൻസിറ്റി ഇമേജ് ആണ്. ഈ ഡെൻസിറ്റികളുടെ തമ്മിലുള്ള ഒരു തിരിച്ചറിവ് അല്ലെ, അതിന്റെ ഒരു ഡിഫറൻഷിയേഷനെയാണ് ആക്ച്വലി കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അതിനൊരു ഫിഗർ കാണിക്കാം. ഇത് ഹ്യൂമൻ ബോഡിയിലെ ലങ്സ് സ്കാൻ ചെയ്ത ഫിഗറാണ്. സർ ടൈം ആയില്ലേ? എത്ര മണിക്കാണ്? 11 to 11:40 ആയിരുന്നു അല്ലേ? ഓക്കെ. സോറി. നമുക്ക് ഞാൻ കരുതിയ 11:50 വരെയായിരുന്നു. സോറി. അപ്പൊ കോൺട്രാസ്റ്റിന്റെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ കാണിക്കാൻ വേണ്ടിയുള്ള ഫിഗറാണ്. നമുക്കിത് നാളെ ഡിസ്കസ് ചെയ്യാം. ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പെട്ടെന്ന് പറയോ. നമ്പർ 1 2 നമ്പർ 2 ആബ്സെന്റ് ആണോ? ഇല്ല സാർ, അവൻ്റെ അകത്തുണ്ട്. 3 പ്രസന്റ് സാർ. 4 നമ്പർ 4 ഇല്ല. 5 6